ആശാപ്രവർത്തകരുടെ ഓണറേറിയം കണക്കിൽ മുന്നിൽ കേരളം, ചെലവ് നോക്കുമ്പോൾ കുറവ്. ഓഹോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ 2 ദിവസം മുമ്പ് വരെ പറഞ്ഞത്. നമ്മളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊന്നും പറയണ്ട. 2 ദിവസം മുമ്പ് ഞാനിത് കണ്ടതാണ്. കണ്ട 2 ദിവസം മുമ്പ് കൊടുത്ത ഒരു വാർത്തയുമായിട്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയ ഒരു വാർത്ത കൊടുത്തിട്ട് അതിൽ തിരുത്തെന്ന് പോലും വെക്കാനുള്ള മിനിമം മര്യാദ ഇല്ലാത്ത ഈ പത്രം കട്ട കോൺഫിഡൻസിൽ ഈ നാട്ടിൽ ഓടുന്നുണ്ട്. സത്യത്തിൽ മനോരമയുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യം. ആശാവർക്കർമാരുടെ ഓണറേറിയം എന്ന വിഷയത്തിനെ പറ്റി സംസാരിക്കാം. 2016 മുമ്പ് എല്ലായിടത്തും ഓടി നടന്ന് നമ്മളെ ചാണ്ടിസാർ കല്ലിട്ട് കളിച്ചിരുന്ന കാലത്ത് ഇതേ ആശാവർക്കർമാരുടെ ഓണറേറിയം വെറും 500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്ന് വാട്സാപ്പ് സ്റ്റാറ്റസ് അത്ര പോപ്പുലർ അല്ലാത്തത് കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് നടന്നവരാണ് ഈ UDF-കാർ. 2016 ശേഷം ഇതേ ഓണറേറിയം 6000 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. കണക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇത്രയും വലിയ കണക്കൊന്നും കൂട്ടി നോക്കാൻ ഞാൻ നിൽക്കണില്ല. എന്തായാലും കൂട്ടി നോക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും വലിയ റേഷ്യാണ് വർദ്ധിപ്പിച്ചത് എന്ന് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. ഈ ആശാവധി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അതിൻ്റെ ഓണറേറിയം കൂട്ടേണ്ടതും അതിൽ വ്യത്യാസം വരുത്തേണ്ടതും ഒക്കെ കേന്ദ്ര സർക്കാരാണ്. പക്ഷെ കുറേ പേര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാവൊന്നും നോക്കാതെ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് തരേണ്ട കേന്ദ്രത്തിൻ്റെ 100 കോടി രൂപയോളം ഇപ്പോഴും കുടിശ്ശികയിലുമാണ്. ഇങ്ങനെയൊക്കെ നടന്നിട്ടും അതിനെതിരെ സംസാരിക്കാൻ ഇവിടെ UDF-ഉം ഇല്ല, മറ്റേ #സപ്പോർട്ട് ആശാവർക്കർ എന്ന പേരിലുള്ള ക്യാമ്പയിനുകളും ഇല്ല. UDF സമരം ചെയ്യണമെങ്കിൽ അത് LDF-നും സർക്കാരിനും എതിരെ മാത്രമേ ചെയ്യൂ. അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഓരുടായ്പും അവരെ കണ്ണിപ്പിടിക്കൂല. അക്കാര്യത്തിൽ മാത്രം UDF വിനീത വിധേയരാണ്. പാവം പിടിച്ച ആശാവർക്കർമാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സമരവും ചെയ്യിപ്പിച്ച് സപ്പോർട്ട് മീഡിയക്കാരെയും കൂട്ടി ഇത്രയും ദിവസം പരിപാടി ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പതാ സർക്കാരെല്ലാം അംഗീകരിച്ചപ്പം നിങ്ങളെ സ്വന്തം മനോരമയും കാലുവാരി. ഇത്തരം വള്ളി പിടിക്കൽ UDF-ന് പുതിയൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലേ?